ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കണ്ണാടി നോക്കിയിരുന്ന് ടൂത്ത് പേസ്റ്റും പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്. ഞാൻ വലിയൊരു സിനിമാ നടിയാവും, എന്നിട്ട് എന്നെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കും കണ്ണാടിയോട്, എന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയും. സ്റ്റിൽ ഞാൻ ഇവിടെ നിന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലേ. അത് ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നേ. അതിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ഒരുപാട് വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നൊന്നും നിർബന്ധമില്ല. എവിടെ നിൽക്കുന്ന ആൾക്കാണെങ്കിലും അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. അത് കഷ്ടപ്പെട്ട് ജീവിക്കാതെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ഗ്രേറ്റ്ഫുൾ ആയ ഗ്രേസിനെ കാണാൻ പറ്റി. ഗ്രേറ്റ്ഫുൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷേ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ലൈഫിലെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഈ ആളുകൾ ചോദിക്കുന്നുള്ളതിന്റെ അപ്പുറത്ത് പലപ്പോഴും നമുക്കും കൂടി തോന്നും ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഘടകം. അതായത് അതിനെ ഇപ്പോൾ നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നൊന്നും ആയിട്ട് പറയണ്ട. ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരാൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള ഒരാൾ, നമ്മളെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സർക്കിളിൽ പൂർണ്ണാവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരാൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളോട് ചിരിക്കുന്ന ചിരി ഫേക്കാണോ ഒറിജിനലാണോ എന്നെങ്കിലും മനസ്സിലാക്കുന്ന പോലത്തെ ഒരാൾ വേണമല്ലോ നമുക്ക്. അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കേസ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടേ നമുക്ക് എല്ലാവരെയും നമ്മുടെ സർക്കിളിലേക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഒരാളെ വിശ്വസിച്ച് അയാളുമായിട്ട് നല്ലൊരു സൗഹൃദമൊക്കെ വന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളല്ല ഇയാളെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ അതൊരു പെയിനാ. അതിൽ നിന്ന് റിക്കവർ ആവാൻ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക്. ഞാൻ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് ഞാൻ മാറും. ഞാൻ അവരെ ശല്യം ചെയ്യില്ല. എനിക്ക് രണ്ട് എക്സ്ട്രീം ഉള്ള, എനിക്ക് നടുക്കത്ത് നിൽക്കണ പരിപാടി ഇല്ല. ഒന്നില്ലേ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ആ എക്സ്ട്രീമാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് എനിക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കണത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വെദർ ഇറ്റ് ഈസ് യുവർ മം ഓർ ഡാഡ് ഓർ യുവർ ഹസ്ബൻഡ്, ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമുക്ക് വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. അത് തന്നെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയതാ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കാമുകൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് എനിക്കിതാ വേണ്ടത്, എനിക്കിങ്ങനെ ചെയ്തു തരണം, എനിക്കിങ്ങനെ ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കാം. സോ അവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ളൊരു ഡേറ്റിനേക്കാൾ ഉപരി എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. സിമ്പിൾ ഫോർ ലൈക്ക് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നത്, ഹാൻഡ് ബാഗ് പിടിക്കുന്നത്. ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ പിടിച്ചാൽ മതി, എൻ്റെ ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമ്മൾ തിയറിനേക്കാൾ ഉപരി നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ലെറ്റ് ദം എക്സ്പീരിയൻസ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും അത് ചെയ്യാൻ തുടങ്ങും. എനിക്ക് OCD പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും, നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ നിർത്തി ഞാൻ പറയും, എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് അവരോട് പറയുന്നതിലുപരി ഞാൻ ആദ്യമേ എല്ലാം നീറ്റാക്കി വെക്കും. വീണ്ടും ഒരു മെസ്സി ആക്കുമ്പോൾ ഞാൻ വീണ്ടും നീറ്റാക്കും. അപ്പോൾ അവർ ഇതിങ്ങനെയായിരുന്നില്ലല്ലോ, ഞാൻ പറയും അത് ഞാൻ നീറ്റാക്കിയതാ. അപ്പോൾ തേർഡ് ടൈം അവരെന്ത് ചെയ്യും, അവർക്ക് മെസ്സി ആക്കാൻ തോന്നത്തില്ല. കാരണം അവരെൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കും. അത് ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഒരാൾ വൃത്തികേടാക്കാനും ഒരാൾ വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനോട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള അതേ വിവേക ബുദ്ധിയുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് എങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇത് പറയാതെ പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാവും. അതൊരു കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് വളഞ്ഞ വഴി അറിയില്ല. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. അത് ഞാൻ തുടക്കമേ പറയും, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് മുഖത്തടിച്ച പോലെ പറയില്ല, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയും. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളത് തുടക്കമേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അപ്പോൾ ഡിസ്ക്ലെയിമർ ആദ്യം കൊടുക്കണോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഓക്കെ ടാറ്റ ബൈ ബൈ. കാരണം എനിക്ക് ആരുടെയും സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല.
ഭീകര പ്രാക്ടിക്കലാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. വിഷ്ണു വിശ്വസിക്കാന്നറിയില്ല, ഒരാളും ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷം ആവാൻ പോകുന്നു, ഇല്ല വന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് സംഭവം കൊടുക്കാൻ ഗേൾഫ്രണ്ട് മെറ്റീരിയൽ, ഞാൻ അങ്ങനത്തെ ഒരു ഗേൾഫ്രണ്ട് മെറ്റീരിയൽ അല്ല, തുടക്കമേ തന്നെ പറയാം. പക്ഷേ എനിക്ക് ലൈഫിനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഉള്ളിലൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു സിൻഡ്രലയുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനെ വിനോദയാത്രയിലെ മീര ജാസ്മിന അത്രയില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ ഭയങ്കര ചില്ലാണ്, ഞാൻ ഭയങ്കര പൊട്ടിയാണ്, മണ്ടിയാണ്, അങ്ങനത്തെ കാര്യം. അത് നമ്മുടെ ആ കംഫർട്ട് സ്പേസിൽ മാത്രമേ നമ്മളത് ചെയ്യൂ. ഞാനിത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ ഇത് വിഷ്ണുവിന്റെ ഇന്റർവ്യൂ പറയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് മാത്രമേ എനിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജെനുവിനിറ്റി. അതായത് നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മളെ ഒരാളെ വിശ്വസിച്ച് അങ്ങ് അൾട്ടിമേറ്റ് ആണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആവുമ്പോൾ ലോയാലിറ്റിയുടെ ഒരു ചെറു ഇതെങ്കിലും പോയാൽ തീർന്നല്ലേ. കാരണം ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ ഞാൻ എൻ്റെ A to Z ഓപ്പൺലി പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് വേറെ വശം. എന്നോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ്, ആ മൊമെൻറ്റ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ളതിൽ നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേഷൻ പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു മീറ്റിംഗ് 2 മീറ്റിംഗ് തന്നെ നമ്മൾ ബൈ, അത് റിലേഷൻ അല്ലല്ലോ, ജസ്റ്റ് ഡേറ്റിംഗ് മാത്രമല്ലേ, അതിൽ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതില് ഫിലിംസ് ഇൻഫ്ലുവൻസ് ഒന്നും വന്നില്ല? ഇല്ല മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനം അതില്ല എനിക്ക്. ആ സാധനം ഇല്ല, അതൊക്കെ ഓഫായി കിടക്കുക സ്വിച്ചൊക്കെ. അതൊക്കെ മെയിൻ്റനൻസിന് പോകേണ്ട ഒരു സമയമില്ലേ. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കയറി കഴിയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബോയ്സ്, അതായത് ഈ വീടൊക്കെ നോക്കുന്ന ചില ആൺകുട്ടികളൊക്കെ ഇല്ലേ, ഉത്തരവാദിത്തമുള്ള, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ചില ആൺകുട്ടികൾ പറയും ഈ പെങ്ങളെ കെട്ടിക്കണം, വീട് വെക്കണം. എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തൊഴുന്ന് കാല് കഴുകി വെള്ളം കുടിച്ചോട്ട്. കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ആൺകുട്ടി ഉണ്ടായി, അവൻ അത്രത്തോളം ഡ്രീമിൽ നിൽക്കുന്ന അവസ്ഥയിലും അവൻ്റെ ലൈഫ് സെറ്റിൽ ആക്കുന്നതിന് മുന്നേ അവനെ പെങ്ങളെ കെട്ടിക്കണം. ആ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണ ദിവസം അവൻ നിൽക്കുന്ന ദിപ്പുണ്ട് സ്റ്റിൽ അല്ലേ, വേർത്ത് കുളിച്ച് വേറെ ആരെന്ത് വന്നാലും പുള്ളി ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് വിച്ച് ഇസ് ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് അത് പറയാതെ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ലൈഫാണ് നോക്കേണ്ടത്, ഞാൻ പോകും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിലും അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല.